ഇതൊരു ആത്മഹത്യയാണെന്നാണോ അതല്ല ഇതൊരു കൊലപാതകമാണോ? ഒരിക്കലും എന്റെ ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവൾ ഇത്രയും നാള് ഇത്രയും ഇങ്ങനെ അനുഭവിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവള് പലവട്ടവും പറയുമ്പോ അവൾ എൻ്റെ അടുത്ത് പറയും, എടി കുഞ്ഞിനെ ഓർക്കണ്ടേടി. പിന്നെ അത് കുഞ്ഞിന്റെ കാര്യം പറയുന്നെങ്കിലും എനിക്കറിയാം അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ പുള്ളിയെ അവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞിനെ പോലും വാരി കൊടുക്കാത്ത അവള്, ആ കുഞ്ഞിനെ അറിവുള്ള അവള് ഫുഡ് തന്നെ കഴിയും. പുള്ളിക്ക് വാരി കൊടുക്കണം ഫുഡ്, പുള്ളിക്ക് ബട്ടൺസ് ഇട്ട് കൊടുക്കണം, പുള്ളിയുടെ A to Z കാര്യങ്ങള്, ഇടുന്ന ഡ്രസ്സ് പോലും അവൾ കയ്യിലെടുത്ത് കൊടുക്കണം. ഒരു കാര്യം എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് ഒരു വീഴ്ച വന്നാൽ അതിനെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് കുടിക്കാതിരിക്കുന്ന സമയത്തും അടി ഉണ്ടാക്കും. കുടിക്കാതിരിക്കുന്ന സമയത്ത് അടി ഉണ്ടാക്കുന്ന വെറും നിസ്സാര കാര്യങ്ങളാ. നമുക്ക് തന്നെ അത്ഭുതം തോന്നി, ഇതൊക്കെ ഒരു റീസൺ ആണോ? രാവിലെ അവള് പറയുന്നതാണ്, വെളുപ്പിനെ 4 മണിക്ക് വരെ എഴുന്നേറ്റിട്ട് പുള്ളി മദ്യപിക്കും. അതും കുപ്പികൾ ഇങ്ങനെ തീർത്തിട്ടിരിക്കും. അത് മദ്യം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്കോ രീതിയാ പുള്ളിയുടെ കാര്യങ്ങൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ള, എന്റെ കല്യാണ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാ പലവട്ടവും. നമ്മളെ എല്ലാ ബന്ധുക്കളും ഇടപെട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറഞ്ഞ് ഇവള് പിന്നെയും ഇവള് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനൊരു ഇതിൽ എത്താൻ കാരണമായി.